പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബോംബെയിലെ ഒരു പ്രമുഖ വ്യവസായിയാണ്. തുളസി പ്രൈവറ്റ് ലിമിറ്റഡ് ഹൈഡ്രോളിക് കമ്പനിയുടെ സ്ഥാപകൻ. ആ വ്യവസായിയെ പരിചയപ്പെടുത്തുമ്പോൾ മനുഷ്യജീവിതത്തിൽ വ്യത്യസ്തമായ തലങ്ങളുണ്ട്. ത്യാഗനിർഭരമായ ജീവിതവും അതുപോലെ തന്നെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിലേക്ക് എങ്ങനെ വന്നു എന്നാണ് നമ്മളിന്ന് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യമുണ്ടല്ലോ, ഇന്നത്തെ സാഹചര്യത്തിലേക്ക് എത്തണമെങ്കിൽ വളരെയധികം ജീവിത ത്യാഗങ്ങൾ സഹിച്ച ഒരു ബാല്യകാലവും കൗമാരകാലവും മാതാപിതാക്കളോടൊപ്പമുള്ള ജീവിതവും ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് ഭക്തൻ്റെ അഭിപ്രായം എന്താ? ആദ്യമായി നിങ്ങൾക്ക് നമസ്കാരം. നിങ്ങൾ ഇത്രയും ദൂരത്തിൽ നിന്ന് ഇവിടം വരെ വന്നു എന്നെ ഇൻ്റർവ്യൂ ചെയ്തതിനായി അതിലേക്കായി ശുഭാനന്ദ ഗുരുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നന്ദിയും നമസ്കാരം അറിയിക്കുന്നു. പിന്നെ എൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ചോദിച്ചു. ബാല്യകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന ഈ നാട്ടിൽ തന്നെയാണ്. എൻ്റെ തറവാട് ഇവിടുന്ന് കുറച്ച് 1.5 കിലോമീറ്റർ പടിഞ്ഞിട്ട് മാറിയാണ്. കൊട്ടക്കാട്ട് തന്നെ, ഈ ഗോവിന്ദമുട്ടം, ആലപ്പുഴ ജില്ല കായംകുളം എന്ന ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിന് 3 കിലോമീറ്റർ പടിഞ്ഞാറ് ഗോവിന്ദമുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഈ നമ്മുടെ ഗ്രാമം, ഗോവിന്ദമുട്ടം ഗ്രാമം നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കൊട്ടക്കാട്ടെന്ന ഭവനത്തിലാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചതും ഒക്കെ ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ വളർന്നു. ബാല്യം ഇവിടെ അടുത്ത് തോട്ടത്തിൽ സ്കൂളെന്ന് പറയും, തോട്ടത്തിൽ പള്ളിക്കൂടം എന്ന് ഞങ്ങൾ പണ്ട് 7ാം ക്ലാസ് വരെ അവിടെ ഉള്ളൂ. 7ാം ക്ലാസ് വരെ അവിടെ വിദ്യാഭ്യാസം ചെയ്തു. അത് കഴിഞ്ഞ് 8ാം ക്ലാസ് പോകണമെങ്കിൽ പിന്നെ കായംകുളം ബോയ്സ് BHS എന്ന് പറയും, ബോയ്സ് ഹൈസ്കൂൾ കായംകുളത്ത്, അവിടെ പോകണം. അപ്പോൾ അവിടെ ഞാൻ പഠിക്കാൻ പോയിരുന്നു. 2 മാസമേ പോയിട്ടുള്ളൂ, 2 മാസമേ ഇവിടെ ഇരുന്നുള്ളൂ. പഠിത്തം തുടരാൻ നിവൃത്തിയില്ലാതെ വന്നു. അതിൻ്റെ കാരണം പുസ്തകം വായിക്കാനുള്ള പൈസ ഇല്ലായിരുന്നു. അമ്മ കയർ വിരിച്ച്, ഇവിടുത്തെ നാട്ടിൽ പുറത്തെ തൊഴിലെന്ന് പറഞ്ഞാൽ കയർ വിരിയ, ഈ തൊണ്ട്, ആലപ്പുഴ ജില്ല കയർ വിരിയ. അപ്പോൾ അമ്മ ഒരു കയർ വിരിക്കുന്ന തൊഴിലാളിയായിരുന്നു. അപ്പോൾ അമ്മ കയർ വിരിക്കുന്ന ആ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കുടുംബം കഴിഞ്ഞു പോന്നിരുന്നത്. അച്ഛൻ തികഞ്ഞ മദ്യപാനിയായിരുന്നു, വീടൊന്നും നോക്കത്തില്ലായിരുന്നു. അപ്പം കംപ്ലീറ്റ് ജീവിതത്തിൻ്റെ ഭാരം മുഴുവൻ അമ്മയുടെ തലയിലായിരുന്നു. അപ്പം അമ്മ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 7ാം ക്ലാസ്സിന് ശേഷം പഠിക്കാൻ പറ്റിയില്ല. 8ാം ക്ലാസ്സിൽ 2 മാസം പോയെങ്കിലും പുസ്തകമൊന്നും വാങ്ങാത്തതുകൊണ്ടും ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ കൊണ്ടുപോകാൻ ഇല്ലാത്തത് കൊണ്ടും അവിടെ വെച്ച് പഠിത്തം നിർത്തി. അമ്മയുടെ കൂടെ ഞാൻ കയറ് വിരിക്കുന്നതിന് റാട്ട് കറക്കാനൊരു സമ്പ്രദായമുണ്ട്. അപ്പോൾ അമ്മ കയറ് വിരിക്കുമ്പോൾ ഞാൻ റാട്ട് കറക്കാൻ അമ്മയുടെ കൂടെ പോയി. അപ്പോൾ അമ്മയ്ക്ക് കിട്ടുന്നതായ ശമ്പളം അമ്മയുടെ കിട്ടുന്നതിൽ പകുതി എങ്ങാണ്ട് എനിക്കും കിട്ടുമായിരുന്നു, എത്രയാണെന്ന് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ആഴ്ചയിൽ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ പണിയെടുക്കും. തിങ്കളാഴ്ച ശനിയാഴ്ച പണിയെടുത്തിട്ട് ആ പൈസ കൊണ്ട് ആ ഒരാഴ്ചത്തേക്കുള്ള റേഷൻ കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭരിച്ച് അങ്ങനെ കുടുംബം കഴിഞ്ഞു പോയി. 2 അനിയന്മാർ ചെറിയ കുട്ടികളായിരുന്നു. അവർ 2 പേരും പിന്നെ 10ാം ക്ലാസ് വരെ അവർ പഠിച്ചു. ഒരാൾ 9, ഒരാൾ 10ാം ക്ലാസ് വരെ പഠിച്ചു. അതിനപ്പുറത്തോട്ട് അവരും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാല്യകാലം ഇങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ഈ റാട്ട് കറക്കിൽ നിന്ന് മാറി അത് റാട്ട് കറക്ക് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകോളം വരെ പണിയുണ്ട്. അപ്പോൾ അത് കുറച്ച് കാലം ആയിക്കഴിഞ്ഞപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നി. അന്നേരം പിന്നെ ഒരു കാര്യം ചെയ്ത് ഈ തൊണ്ട് തല്ലുക, അതായത് ഇവിടെയൊക്കെ ഞങ്ങളുടെ കായൽ പ്രദേശത്തൊക്കെ തൊണ്ട് പിന്നെ തൊണ്ട് അഴുക്കി എടുത്തിട്ട് വെള്ളത്തിലിട്ട് അഴുക്കി എടുത്തിട്ട് അത് കൈകൊണ്ട് തല്ലി, അന്ന് തൊണ്ട് തല്ലിലാണ് പണി. അന്ന് ഇവിടെ നിന്ന് മില്ലുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. തൊണ്ട് തല്ലി ഇത് കയർ പിരിക്കും. അങ്ങനെ തൊണ്ട് തല്ലി തുടങ്ങിയപ്പോഴും ഒരു രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് 5 മണിക്ക് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പോയി. 2-3 കൂട്ടുകാർ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എഴുന്നേറ്റ് പോയി 10-200 തൊണ്ട് തല്ലിയിടുമ്പം കയറ് വണ്ടി ഇറക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ അതിൽ വരുവാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ കുട്ടപ്പനായിട്ട് നടക്കും. അങ്ങനെ ഒരു 2-3 കൊല്ലം അതും പോയി. അത് കഴിഞ്ഞ് ഇതും നിർത്തിയിട്ട് കോഴിമുട്ട കച്ചവടം തുടങ്ങി. കോഴിമുട്ട കച്ചവടം ഈ നാട്ടിൻപുറത്തൊക്കെ നടന്ന് കോഴിമുട്ട വാങ്ങിക്കുക, അതിങ്ങനെ ഓരോ ഭവനങ്ങളിൽ പോയി വാങ്ങിക്കുക, ഓരോ വീടുകളിൽ പോയി മുട്ട വാങ്ങിച്ചിട്ട് വൈകുന്നേരം കായംകുളത്ത് കൊണ്ട് വിൽക്കുക.
അപ്പോൾ അതിൽ നിന്ന് ഒരു തെറ്റില്ലാത്ത ലാഭം കിട്ടും. അപ്പം വണ്ടി കറക്കിയതിനേക്കാളും റാട്ട് കറക്കിയതിനേക്കാളും തൊണ്ട് തല്ലിയതിനേക്കാളും കൂടുതൽ വരുമാനം ഇതുണ്ടായി, ഒരു പ്രമോഷൻ ഉണ്ടായി ലൈഫിൽ. അപ്പോൾ അത് വല്ലാത്തൊരു മാറ്റമായിരുന്നു. അപ്പോൾ അങ്ങനെ കോഴിമുട്ട കച്ചവടം ചെയ്തുകൊണ്ട് 2 കൊല്ലം കൊണ്ട് അത് ചെയ്തു. അപ്പോൾ എനിക്ക് വലിയൊരു ദുർസ്വഭാവമുണ്ട്, ഈ പട്ടികളെ കാണുമ്പം ഗോഷ്ടി കാണിക്കുക. അപ്പോൾ ഇവിടെ അടുത്ത് കണിയാമുറി ക്ഷേത്രമുണ്ട്, അതിൻ്റെ കിഴക്ക് വശത്തൊരു വലിയ വീട്ടിൽ ഒരു പട്ടി ഇങ്ങനെ പൂട്ടിയിട്ടേക്കും. ഞാൻ മിക്കവാറും ഒന്നരാടം ദിവസം ആ ഏരിയയിൽ, ഇപ്പോൾ ഇന്ന് ഇവിടെ ആണെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു ഏരിയയിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നരാടം ദിവസം ഓരോ ഏരിയയിൽ പോകുമ്പോഴാണ് ഇവിടെ ഈ ഒരു പട്ടിയെ വല്ലാത്ത നോട്ടപ്പുള്ളിയാണ് ഞാൻ. അപ്പോൾ ഈ പട്ടിയെ ഞാനിങ്ങനെ ഗോഷ്ടി കാണിക്കും. അവിടെ നിന്നിട്ട് കൈയും കാലും പൊക്കി പട്ടിയെ പ്രകോപിപ്പിക്കും. അപ്പോൾ ഈ പട്ടി ഒരു സന്ധി തൊടലും പറിച്ചുകൊണ്ട് വന്ന് അപ്പോൾ എനിക്ക് രക്ഷപ്പെടണമല്ലോ. അപ്പോൾ എൻ്റെ തലേന്ന് ഞാൻ മുട്ടക്കൊട്ട എടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് അതിന് കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രതിരോധം തീർത്തു. മുട്ടയെല്ലാം പൊട്ടി 100 മുട്ടയുണ്ടായിരുന്നു, എല്ലാം പൊട്ടി. അപ്പോൾ അവിടെയുള്ള വീട്ടുകാരുടെ ഞാൻ പറഞ്ഞ് മുട്ടയെല്ലാം പൊട്ടിപ്പോയി. അത് അവരെൻ്റെ അലർച്ച ആയിട്ടുകൊണ്ട് വന്ന് പട്ടിയെ പിടിച്ച് അവർ കൊണ്ടുപോയി കെട്ടി. ഉടനെ പിന്നെ അവർ എല്ലാവരുമായിട്ടും അവിടെ നിന്ന് മുട്ട വറുത്ത് ഞാനും കൂട്ടത്തിൽ പഠിച്ച്. അന്ന് പിന്നെ മുട്ടക്കച്ചവടം ഉടച്ച് നിർത്തി. പിന്നെ അമ്മ പറഞ്ഞു ഇനി മുട്ടക്കച്ചവടം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, നിർത്തി. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ ഈ കറ്റാനത്ത് സ്ഥലമുണ്ട്, അവിടെ കോയിക്കച്ചന്തയിൽ ഒരു തേയിലക്കടയുണ്ട് അവിടെ. അപ്പോൾ അവിടെ തേയിലക്കടയിൽ ഇങ്ങനെ തേയില വെളിയിലൊക്കെ കൊണ്ടു കൊടുക്കുക അപ്പോൾ സൈക്കിളൊക്കെ നല്ലപോലെ അറിയാം. തേയിലക്കടയിൽ നിൽക്കാൻ പറഞ്ഞു, അങ്ങനെ വിളിച്ച് അവിടുത്തെ ജോലിക്ക്. ഇങ്ങനെ തേയിലക്കടയിൽ പോയി നിന്നു. തേയിലയും കൊണ്ട് അടൂര്, ആദിക്കാട്ടുകുളങ്ങര, ചൂനാട്, അങ്ങനെ ഒരുപാട് പല സ്ഥലങ്ങളിൽ ഈ 56 കിലോയുടെ തേയില പെട്ടി വെച്ചുകൊണ്ട് ചവിട്ടി അവിടെ എല്ലാം കൊണ്ട് ഡെലിവറി ചെയ്യും, സപ്ലൈ ചെയ്യും. അങ്ങനെ ചെയ്ത് കുറേ ഒരു വർഷം വരെ അവിടെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ വിചാരിച്ച് സ്വന്തമായിട്ട് തേയിലക്കച്ചവടം തുടങ്ങാം. ഞാനവിടെ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് തേയില എടുത്തുകൊണ്ട് നാട്ടിൻപുറങ്ങളിലൊക്കെ ഓരോ കടകളിലൊക്കെ കൊണ്ടുകൊണ്ട് തേയിലക്കച്ചവടം ചെയ്യും, വിൽക്കും. അപ്പോൾ സ്വന്തമായിട്ട് സൈക്കിളൊക്കെ വാങ്ങി അങ്ങനെ തേയിലക്കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എൻ്റെ അമ്മ പിന്നെ ശിവാനന്ദപുരത്തിൻ്റെ വിശ്വാസമാണ്. അപ്പോൾ എൻ്റെ അമ്മ പണ്ട് 1973 ചെറുകോൾ ശ്രീ ശിവാനന്ദാശ്രമമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ഈ നാട്ടിൻപുറത്ത് അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട 2 കുടുംബങ്ങൾ വിശ്വാസികളുണ്ടായിരുന്നു. അപ്പോൾ അവർ അമ്മയോട് അങ്ങനെ പറഞ്ഞിട്ട് അമ്മയ്ക്കും അമ്മയും അതിൽ ആകൃഷ്ടിയായി അവിടെ ചെറുകോൽ ആശ്രമത്തിൽ പോയി. അപ്പോൾ അമ്മ എന്നെയും കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയി. അന്ന് അനന്തജി ഗുരുദേവനായിരുന്നു അവിടുത്തെ ചെറുകോൽ ആശ്രമത്തിലെ മഠാധിപതി. അദ്ദേഹം വളരെ നല്ല നിലയിൽ ഈ ആദർശത്തെ വളർത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ പലരും അവിടെ ഒരുപാട് ആൾക്കാർ വന്നുകൂടി. ഞങ്ങളും അവിടെ പോയി. അപ്പോൾ അമ്മ അവിടെ പല ധനാഢ്യന്മാരും വരുമായിരുന്നു. അപ്പോൾ അമ്മ പലരോടും പറഞ്ഞു എൻ്റെ മകനെ. അപ്പോൾ അമ്മയുടെ ആഗ്രഹം, ഞങ്ങളുടെ ഈ നാട്ടിൽ ഒരുപാട് ആളുകൾ ഗൾഫിലൊക്കെ പോയി വലിയ വെൽഡർ, ഫിറ്റർ അങ്ങനെയൊക്കെയുള്ള പണികൾ ചെയ്ത് ഒരുപാട് കാശുണ്ടാക്കി ജീവിക്കുന്ന പലരും ഈ നാട്ടുപുറത്തുണ്ട്. അങ്ങനെ അത് ഞങ്ങളുടെ ബന്ധുക്കളും വരും. അപ്പോൾ ഈ ബന്ധുക്കളോടൊക്കെ ആകുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോനെ ഒന്ന് കൊണ്ടുപോകണം, വെൽഡിങ് പഠിപ്പിക്കണമെന്നൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ അന്നത്തെ സാഹചര്യത്തിൽ അവരെ കൊണ്ട് കഴിയാതെ വന്നു. അപ്പം അമ്മ ആശ്രമത്തിൽ ഇങ്ങനെ വരുന്ന ധനാഢ്യരായ പല ഭക്തരോടും പറഞ്ഞു. അപ്പോൾ അവർ ഒക്കെ കൈമലർത്തി, അവരെ കൊണ്ട് സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഒരു സുപ്രഭാതത്തിൽ എൻ്റെ അമ്മയുടെ അനുജത്ത് ബോംബെയിലുണ്ടായിരുന്നു. അമ്മയുടെ അനുജത്തിൻ്റെ ഭർത്താവ് ബോംബെയിൽ റെയിൽവേ പോലീസാണ്, RPF അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കൽ സ്വപ്നം കാണുക, നീ നാട്ടിൽ പോയി തുളസീധരനെ ബോംബെ കൊണ്ടുവരണമെന്ന്. അദ്ദേഹത്തിന് ഭഗവാൻ ശിവാനന്ദപുരിതാണ് സ്വപ്നം കാണുന്നത്. അപ്പോൾ ശിവാനന്ദപുരിതനെ അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞ ലക്ഷണം വെച്ച് നമുക്ക് മനസ്സിലായത് ശിവാനന്ദപുരി തന്നെയാണെന്ന്. അദ്ദേഹം പറഞ്ഞ ഒരു തലയിൽ മുടിയില്ലാത്ത ഒരു വൃദ്ധൻ വന്ന് എന്നോട് പറഞ്ഞു, നീ നാട്ടിൽ പോയി തുളസീധരനെ ബോംബെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്വപ്നം കണ്ട പാടെ തന്നെ അദ്ദേഹം ഈ ബോംബെക്ക് വരികയാണ് ചെയ്തത്, ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, റെയിൽവേയുടെ പാസ് കിട്ടും, സ്റ്റാഫ് ആയതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം അവിടുന്ന് പാസ് എടുത്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഇവിടെ വന്നു, നമ്മുടെ വീട്ടിൽ വന്നു. ഞങ്ങൾ തറവാട്ടിലാണ് താമസിക്കുന്നത്. എന്നോട് പറഞ്ഞ് എന്നോടും അമ്മയോടും പറഞ്ഞു, ഞാനിതുപോലെ സ്വപ്നം കണ്ട് ഒരു വൃദ്ധനായ സന്യാസി, തലയും മുടിയൊന്നുമില്ല, വന്ന് പറഞ്ഞ് നിന്നെ ബോംബെക്ക് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ പുറപ്പെട്ടു വന്നതെന്ന് പറഞ്ഞു.
അപ്പോൾ ഞങ്ങൾക്കിത് വല്ലാത്ത സന്തോഷമുള്ളതാക്കി. പിന്നെ ശുഭാനന്ദ ഗുരുദേവൻ്റെ ആശ്രമത്തിൽ വന്നിരുന്ന ഭക്തന്മാരോട് എൻ്റെ അമ്മയുടെ യാചന അവരാരും ചെവിക്കൊള്ളാത്തപ്പോൾ ഭഗവാൻ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കുക ചെയ്തത്. അപ്പം അങ്ങനെ ഭഗവാൻ്റെ ആ സ്വപ്നം കാണിക്കൽ കൂടി അദ്ദേഹം ഇവിടെ വന്നു. 1979 ഡിസംബർ 4-ാം തീയതി ഇവിടുന്ന് അദ്ദേഹം എന്നെയും കൂട്ടി ബോംബെക്ക് പോയി ചെയ്തത്. അപ്പം ബോംബെക്ക് പോകണമെങ്കിൽ നമ്മുടെ പൈസ ഒന്നുമില്ല. അപ്പം അമ്മയുടെ കാതിൽ കിടന്നൊരു കമ്മലുണ്ട്. ആ കമ്മൽ വിറ്റ് 65 രൂപ കിട്ടി. 65 രൂപ ചിറ്റപ്പനെ ഏൽപ്പിച്ച്. ചിറ്റപ്പൻ കായംകുളത്ത് വന്ന് എനിക്കൊരു റിസർവേഡ് കമ്പാർട്ട്മെൻറ്റിൽ ടിക്കറ്റ് എടുത്തു. ചിറ്റപ്പന് പാസ് ഉണ്ടായിരുന്നു. അദ്ദേഹം റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന് എന്നെ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറ്റി. ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ ഒരു സ്റ്റേഷനിൽ വരുമ്പോൾ എന്നെ നോക്കും. എനിക്ക് വേണം ആഹാരമൊക്കെ വാങ്ങിച്ചു തരും. അങ്ങനെ ഞാൻ 1979 ഡിസംബർ 6-ാം തീയതി വെളുപ്പാങ്കാലത്ത് 3:40 ബോംബെ കല്യാൺ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോൾ കല്യാൺ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് നടന്ന് ചിറ്റപ്പൻ താമസിച്ചിരുന്ന റെയിൽവേ ക്വാർട്ടേഴ്സിൽ അവിടെ ചെന്നു. അന്ന് രാവിലെ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് വീട്ടിലെത്തി. അപ്പോൾ 4 മണിക്ക് വീട്ടിലെത്തി ഉറങ്ങിയിട്ടൊന്നുമില്ല. നാട്ടിലെ വിശേഷമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇട്ടുകൊണ്ട് പോകാൻ പാൻറ്റൊന്നുമില്ല. ഒരൊറ്റ മുണ്ട് ഒരു ഷർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്നപ്പം ഞാൻ ഇവരെ കുഞ്ഞമ്മയോട് പറഞ്ഞു, ഇവിടെ ജോലിക്ക് വല്ലതും പോകണേ എനിക്ക് പാൻറ്റൊന്നുമില്ല. അപ്പോൾ ഈ കുഞ്ഞമ്മയുടെയും ചിറ്റപ്പൻ്റെയും റൂമിൽ ഒരു പാലക്കാട്ടുകാരൻ ഒരു എനിക്ക് നായർ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തോട് കുഞ്ഞമ്മ പറഞ്ഞു, എൻ്റെ മോന് ഇതുപോലെ ഒരു പാൻറ്റ് കിട്ടിയാൽ അവന് കുഞ്ഞമ്മ ഒരാളോട് പറഞ്ഞ് ജോലി ശരിയാക്കി വെച്ചിരുന്നു. അവിടെ തന്നെ മലയാളി ബാച്ചിലേഴ്സ് ഒത്തിരി താമസം ഉണ്ടായിരുന്നു അറിയില്ല ക്വാർട്ടേഴ്സിൽ. ഇപ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ ഒരു പല തലങ്ങളിലൂടെ സഞ്ചരിച്ചു കുറച്ച് സമയം കൊണ്ട്. ബാല്യകാലം മുതൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന വ്യവസായം വരെ നമ്മളെത്തി. ഒപ്പം തന്നെ ഇപ്പോൾ പൊതുസമൂഹത്തിലേക്ക് വിവിധ തലങ്ങളിലുള്ള ചാരിറ്റി പ്രവർത്തനം നടത്തേണ്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ ആത്മപ്രകാശം കൂട്ടായ്മയുടെ രക്ഷാധികാരിയായിട്ടും പ്രവർത്തിക്കുന്നു. അപ്പം അത്തരം കാര്യങ്ങൾ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന സന്ദേശം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ആത്മപ്രകാശം കൂട്ടായ്മ പ്രവർത്തിക്കുന്നത് എന്ന് രക്ഷാധികാരി എന്ന നിലയിൽ ആത്മപ്രകാശം കൂട്ടായ്മയുടെ പ്രധാന ഉദ്ദേശം ശുഭാനന്ദ വിശ്വാസികളുടെ കൂട്ടായ്മയാണ് ആത്മപ്രകാശം കൂട്ടായ്മ. അപ്പോൾ ഈ ശുഭാനന്ദ വിശ്വാസികൾ ഇന്ന് പല തട്ടിലാണ്. കാരണം ശുഭാനന്ദ ഗുരുദേവൻ്റെ നാമത്തിൽ പല ആശ്രമങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഈ ആദർശത്തെ കൊണ്ടു നടക്കുന്നത്. എന്നാൽ ശുഭാനന്ദ ഗുരുദേവൻ്റെ യഥാർത്ഥമായ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഒരുപാട് ഇതിൽ മായം ചേർത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകളും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ വേറിട്ട് നിന്നുകൊണ്ട് ശുഭാനന്ദ വിശ്വാസി ഏത് ആശ്രമത്തിലും പോയിക്കോട്ടെ, ഗുരു നമുക്കൊന്നേ ഉള്ളൂ. ശുഭാനന്ദ ഗുരുദേവൻ ആണ് ഇവിടെ അവതാരം. അപ്പോൾ ആ ഗുരുവിനാണ് ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത്. ആ നാരായണ ഗുരുദേവനും ശുഭാനന്ദ ഗുരുദേവനും തമ്മിൽ ഞാനൊരു അന്തരവും കാണുന്നില്ല. ശുഭാനന്ദ ഗുരുദേവൻ്റെ ജനനത്തിന് വേണ്ടി പോലും നാരായണ ഗുരുദേവൻ തപസ് ചെയ്തിട്ടുണ്ട് എന്ന് നാരായണ ഗുരുദേവൻ ശുഭാനന്ദ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ശുഭാനന്ദ ഗുരുദേവൻ്റെ ജീവചരിത്രത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്ര മഹനീയനായ ഗുരു, ആ ഗുരുവിൻ്റെ ആദർശം, ഗുരു വളരെ ലളിതയും നയിച്ചിരുന്ന ഗുരുവായിരുന്നു. ഗുരുവിൻ്റെ അന്നത്തെ സാമ്പത്തികാവസ്ഥ വളരെ മോശമായിരുന്നു ശുഭാനന്ദ ഗുരുദേവൻ്റെ ജീവിതകാലത്ത്. അപ്പോൾ അക്കാലഘട്ടത്തിലും ഗുരു സാധുക്കളായ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിച്ചിരുന്നു. തൊഴിൽ ഇല്ലാത്തവർക്ക് സ്വന്തം തൊഴിൽ ചെയ്യാൻ മാർഗമില്ലാത്തവർക്ക് തൊഴിൽ ചെയ്യുന്നതിനുള്ള സംരംഭങ്ങൾ ഒരുക്കി കൊടുത്തു. അത് ഭിക്ഷാടനം നടത്തി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇതൊക്കെ അന്ന് ഗുരു ചെയ്തിരുന്നത്. വളരെ ലളിതമായ ജീവിതമാണ് ഗുരു നയിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഗുരുവിൻ്റെ മഹത്വത്തിന് കേട് സംഭവിക്കുന്ന രീതിയിൽ ഇന്ന് ആഡംബര ജീവിതങ്ങളും അനാവശ്യമായിട്ട് മഠാധിപതിമാർ ഒരുപാട് സ്വർണം വാരിക്കൂട്ടുക, ഈ സന്യാസിയായിരിക്കുന്ന ഒരു വ്യക്തി സന്യാസ വേഷത്തിൽ നിന്ന് മാറി ആഡംബര വസ്ത്രങ്ങൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഇത് മറ്റെന്തൊക്കെയാണെന്നുള്ള ഒരു ധാരണയിൽ ഇതിനെ കൊണ്ട് എത്തിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മളൊക്കെ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. കാരണം ഇതങ്ങനെ പോകേണ്ട ഒരു ആദർശമല്ലിത്. ശുഭാനന്ദ ഗുരുദേവൻ മറ്റുള്ളവർക്ക് മാതൃകയായിട്ടിവിടെ ജീവിച്ചിരുന്ന, അതിൽ യാതൊരു പൊങ്ങച്ചവും ഇല്ലായിരുന്നു. നിന്നെക്കൊണ്ട് നിന്നെ വീണ്ടെടുപ്പാൻ വഴി നീ ഒഴിച്ച് നിനക്ക് മറ്റാരുമില്ലെന്ന് ഓർക്കണം എന്നാണ് ഗുരുവിൻ്റെ ആദർശിച്ച് പറഞ്ഞത്. ഇവിടെ അവനവൻ്റെ ദൈവം നീ തന്നെയാണ്. ഏതൊരുത്തനോടും ഗുരു പറഞ്ഞത് നിന്നിൽ ആണ് നിന്റെ ദൈവം ഇരിക്കുന്നത്. നിന്നിലിരിക്കുന്ന ദൈവത്തെ അനുസരിച്ച് നീ വേറെ എവിടെയും ഓടി നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിന്നിലിരിക്കുന്ന ദൈവത്തെ നിനക്കറിയാൻ വേണ്ടുന്ന ജ്ഞാനങ്ങൾ, ഉള്ള തത്വസംഹിതകൾ
ശുഭാനന്ദ ഗുരുദേവൻ ഇവിടെ വന്നു 10-12 വർഷക്കാലം നാടിൻ്റെ പല ഭാഗങ്ങളായിട്ട് തപസ് ചെയ്ത് അവസാന കാലം തപോഗിരി മലയിൽ അമ്പലപ്പാറ തപോഗിരിയിൽ 2 വർഷം 11 മാസം 22 ദിവസം കഠിനമായ തപസ് ചെയ്ത് നേടിയെടുത്താണ് ഈ ആത്മബോധം എന്ന സത്യ ആദർശം. ശുഭാനന്ദ ഗുരുദേവൻ തപോഗിരി മലയിൽ തപസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ശുഭാനന്ദനായിരുന്നില്ല, പേര് സ്വീകരിച്ചിട്ടില്ല. ജനനം കൊണ്ട് ശുഭാനന്ദൻ തന്നെ, അത് വേറെ കാര്യം. എന്നാലും അവിടെ പോയി തപസ് ചെയ്ത് ഈ ആത്മബോധം എന്ന് പറയുന്ന ആ തത്വസംഹിത കംപ്ലീറ്റ് തെളിഞ്ഞു കിട്ടിയതിന് ശേഷമാണ് ശുഭാനന്ദൻ എന്ന് പറയുന്ന പേര് മാറ്റിയതും സ്വയം സന്യാസി സ്വീകരിക്കുകയും ചെയ്തത്. അല്ല വേറൊരാളും ശുഭാനന്ദന് കാവ്യ കൊടുത്തിട്ടില്ല. സ്വയം സന്യാസി ആയി തീർന്ന ഗുരുവാണ്. അപ്പോൾ ആ ഗുരുവിൻ്റെ ഇത്ര മഹനീയമായ ആദർശം, ഈ ആദർശത്തിനെ വേണ്ടാത്ത രീതിയിലൊക്കെ വളച്ചൊടിക്കുന്നത് കാണുമ്പം യഥാർത്ഥമായ ഗുരുവിശ്വാസികൾക്ക് മാനസിക പ്രയാസം ഉണ്ടാവും. എന്നാൽ അവർ അല്പസംഖ്യയായിപ്പോയി. അല്പസംഖ്യയായി പോയത് കാരണം അവർക്ക് പ്രതികരിക്കാൻ ഉള്ള ശക്തിയില്ല. കാരണം ഈ ലോകത്തിപ്പം പണവും പ്രതാപവും ആളുകളെല്ലാം അന്ധവിശ്വാസത്തിൻ്റെ പുറകെയായിപ്പോയി, അന്ധവിശ്വാസികളായിത്തീർന്നു. ആളുകളെ അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് അന്ധവിശ്വാസങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആത്മപ്രകാശം കൂട്ടായ്മ ചെയ്യുന്നത് യഥാർത്ഥമായ ആദർശം, യഥാർത്ഥമായ ഗുരുവിനെ വിശ്വാസികളെ ബോധ്യപ്പെടുത്തുക, യഥാർത്ഥമായ ആദർശം എന്താണെന്ന് മറ്റുള്ളവരെ അറിയിക്കുക. ഗുരു എന്തെല്ലാം ചെയ്തിരുന്നോ, അതായത് തീരെ ഇല്ലാത്ത മനുഷ്യർക്ക്, ദുരിതം അനുഭവിക്കുന്നവർ, രോഗികൾക്ക് അവർക്കുള്ള ആശ്വാസങ്ങൾ, വീടില്ലാത്തവർക്കുള്ള ചെറിയ സഹായങ്ങൾ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് വലിയ തോതിൽ ചെയ്യാൻ കഴിയുന്നതിനുള്ള സാമ്പത്തിക സഹായം എല്ലാവരുടെ പക്കലും ഇല്ല. എന്നാലും ചെറിയ ചെറിയ തോതിൽ തുടക്കം കുറിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭാവിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ എല്ലാ മെമ്പർമാരിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അത് ചെയ്യാൻ താല്പര്യമുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഭൂരിഭാഗം ഞാനും ചെയ്യാൻ താല്പര്യപ്പെടുന്നു. കാരണം നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരംശം ഇതിനു വേണ്ടി നീക്കി വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ആത്മപ്രകാശം കൂട്ടായ്മ രൂപീകരിച്ചിട്ട് ഏകദേശം ഒരു 3 വർഷത്തെ കാലമായുള്ളൂ. ആ 3 വർഷക്കാലത്തിനിടയിൽ വീട് വെച്ച് കൊടുത്തു, ഇവിടെ ആശുപത്രിയിൽ ഭക്ഷണം കൊടുക്കുന്ന അന്നദാനം കൊടുക്കുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട്. അതെ, അതോടൊപ്പം തന്നെ മറ്റ് ചില തൊഴിൽ മേഖല കണ്ടെത്തുന്നതിന് ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതെ, സ്ത്രീകൾക്കാണെങ്കിൽ തയ്യൽ തൊഴിലാളികൾ, അതെ 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 അത്തരം കാര്യങ്ങളൊക്കെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 2-3 പേർക്ക് വീട് ഇല്ലാത്തവർക്ക് ശോചനീയമായ അവസ്ഥയിൽ അവരുടെ വീട് പുനർനിർമ്മിച്ച് കൊടുത്തു. അങ്ങനെ 2-3 പേർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ രോഗികളായവരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്വയം തൊഴിൽ ചെയ്യാൻ യാതൊരു മാർഗ്ഗമില്ലായിരുന്നവരെ അതിനുള്ള തൊഴിലിനുള്ള സംരംഭത്തിനുള്ള ഒരു ചെറിയ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ സപ്ലൈ ചെയ്തു. ഇങ്ങനെ ശുഭാനന്ദ ഗുരുദേവൻ്റെ പേരിൽ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനൊക്കെ ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടെങ്കിലൊക്കെ നടക്കും. ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ്റെ ആദർശം ലോക നന്മയ്ക്ക് വേണ്ടിയാണ് ശ്രീ ശുഭാനന്ദ ഗുരു ആദർശം എടുത്തു വന്നിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഉദ്ദേശിച്ച പോലെ നമുക്ക് ഇന്ത്യ രാജ്യത്ത് ഇത് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ദുഃഖസത്യം തന്നെയാണ്. ഇപ്പോൾ ആണെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള ചിന്താഗതി ഇതിൽ കടന്നുകൂടുകയും ഇതിനെ വളർത്തി വരുന്നതിന് പകരം അതിനെ തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തപോഗിരി മല പോലും ഒലിച്ചുപോയി എന്ന് പ്രചരിപ്പിക്കുന്ന വിശ്വാസികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എന്താണ് തുളസീധരൻ ഭക്തൻ്റെ അഭിപ്രായം? തീർച്ചയായിട്ടും ഈ അടുത്ത കാലത്ത് ഒരു സ്വാമി കന്യാകുമാരി ആമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രഭാഷണ മധ്യേ അദ്ദേഹം പറയുണ്ടായി, തപോഗിരി മല ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി, അങ്ങനൊരു സംഭവം അവിടെ ഇല്ല, ഇപ്പോഴേ അവിടെ ആരും പോകേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടു. പക്ഷേ തപോഗിരി മല ഇന്ന് വരെ ഒലിച്ചു പോകാതെ യാതൊരു അറിവില്ല, ഉരുൾപൊട്ടിയിൽ ഒലിച്ചു പോകാതെ യാതൊരു അറിവില്ല. അവിടെ ദിനം പ്രതി അവിടം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം തപോഗിരി മലയുടെ പ്രത്യേകത, ശുഭാനന്ദ ഗുരുദേവൻ തൻ്റെ 7-ാം വയസ്സിൽ ഉണ്ടായ ദിവ്യ ദർശനത്തിൻ്റെ പൊരുൾ തേടിയുള്ള യാത്രയിൽ പല ഭാഗത്തും സഞ്ചരിച്ചു അവസാനം തപസ് ചെയ്ത് അതിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ വേണ്ടി കണ്ടുപിടിച്ച സ്ഥലം തപോഗിരി മലയാണ്, അമ്പലപ്പാറ തപോഗിരി. അപ്പോൾ അവിടെ ഇത്രയും 2 വർഷം 11 മാസം 22 ദിവസം
ഒരേ സ്ഥലത്ത് തപസ് ചെയ്ത് അവിടെ നിന്നാണ് ഭഗവാൻ സർവത്ര ഇതിൻ്റെ പൊരുൾ തെളിഞ്ഞ് കിട്ടുന്നതും സർവ്വലോക സൃഷ്ടിയുടെ സർവത്ര രഹസ്യങ്ങളും അത് ഭഗവാന്റെ സർവജ്ഞാനത്തിൽ, അതായത് ബ്രഹ്മജ്ഞാനം, ജന്മാന്തരജ്ഞാനത്തിൽ ഭഗവാൻ തന്നെ അറിയിച്ചിട്ടുണ്ട് നമ്മളെ. അപ്പോൾ ഇതൊക്കെ തെളിഞ്ഞ് കിട്ടിയത് ആ പുണ്യ തപോഗിരി മലയിൽ തപസ് ചെയ്ത കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ തപോഗിരി മലയ്ക്ക് എന്തുകൊണ്ടും പ്രസക്തിയുണ്ട്. അതുപോലെ തന്നെ തപോഗിരി മലയെപ്പോലെ തന്നെ പ്രസക്തിയുള്ള സ്ഥലമാണ് ഭഗവാന്റെ സമാധി ഇരിക്കുന്ന കൊറ്റാർകാവ് ശ്രീ ശുഭാനന്ദാശ്രമം. മറ്റേതൊരു മഠാധിപതിമാരുടെ സമാധിയേക്കാളും പ്രസക്തി ശുഭാനന്ദ ഗുരുദേവൻ്റെ സമാധിക്കുണ്ട്. കാരണം ശുഭാനന്ദ ഗുരുദേവനാണ് ഇവിടെ അവതാരമായി വന്നിരിക്കുന്നത്. ആ ഗുരുവാണ് ഈ ആദർശം സ്ഥാപിച്ചത്. ആ ഗുരുവിൻ്റെ അത്രയും മഹനീയത മറ്റുള്ള മഠാധിപതിമാർക്കില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ. ബാക്കിയുള്ളവരെല്ലാം ശിഷ്യന്മാരാണ്. ഗുരു ഒന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ശിഷ്യന്മാരാണ്. എന്നാൽ ഇന്ന് പല ഭാഗങ്ങളിലും ഗുരുവാകാൻ ശ്രമിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ നിർബന്ധിച്ച് ഞാൻ സൃഷ്ടിതാവാണ്, നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കുന്നവർ കൈ പൊക്കിയാൽ മാത്രം പോലെ കൈയടിച്ച് കേൾക്കണം എന്നൊക്കെയുള്ള നമ്മളതൊക്കെ യൂട്യൂബിൽ കൂടെ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ആദർശത്തെ, യഥാർത്ഥമായ ആദർശത്തിൻ്റെ വസ്തുതകൾ മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ശുഭാനന്ദ ഗുരുദേവൻ പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരും ശുഭാനന്ദന്മാരായിത്തീരണമെന്നാണ്. ശുഭാനന്ദന്മാരായി തീരുക എന്ന് പറഞ്ഞാൽ ശുഭാനന്ദ ഗുരുദേവൻ്റെ ആദർശത്തിൽ അധിഷ്ഠിതമായി ജീവിതം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ശുഭാനന്ദ ഗുരുദേവൻ്റെ അവസ്ഥയിൽ എത്തിച്ചേരാൻ പറ്റും. എന്നാൽ എല്ലാവർക്കും സാധ്യമല്ല. ഭഗവാൻ ഒരു പ്രത്യേക, ഭഗവാന്റെ മാതാപിതാക്കൾ എത്രയോ വർഷം കഠിന വ്രതം അനുഭവിച്ചതിൻ്റെ അനുഷ്ഠിച്ചതിൻ്റെ പേരിലാണ് അവർക്കങ്ങൊരു പുത്രനെ കിട്ടിയത്. അപ്പോൾ തന്നെയല്ല ആ ജന്മത്തിനുള്ളത്രയും മഹത്വം വേറൊരു ജന്മത്തിലും ഇല്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. തന്നെയല്ല ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗുരുവിൻ്റെ ആ മഹനീയ തപോഗിരി ഒലിച്ചു പോയി എന്നൊക്കെ പറയുന്നത് അത് വല്ലാത്ത ഒരു ഭേദബുദ്ധി, അതായത് സ്വാർത്ഥതയിൽ നിന്നുണ്ടാകുന്ന സംഗതിയാണ്. ആ ഒലിച്ചു പോയി എന്ന് പറയുന്ന തപോഗിരി മലയിൽ നിന്നുകൊണ്ട് 16-ാം തീയതി നമുക്കൊരു വിഷ്വൽ എടുക്കണം. തീർച്ചയായിട്ടും. കാരണം ഈ നവംബർ 16-ാം തീയതി ശുഭാനന്ദ ഗുരുദേവൻ തപസ്സനുഷ്ഠിച്ച ആ പുണ്യസ്ഥലത്ത് തപോഗിരി തീർത്ഥാടനം നടക്കുകയാണ്. നാടിൻ്റെ നാനാഭാഗത്തുനിന്നും പല ഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് ആത്മാക്കൾ അവിടെ എത്തിച്ചേരുകയാണ്. അപ്പോൾ അതിൻ്റെ ആ കൂട്ടത്തിൽ ഞാനും അവിടെ എത്താൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബോംബെയിൽ നിന്ന് ഇതിനു വേണ്ടി മാത്രം വന്നിരിക്കുകയാണ്. അപ്പോൾ തപോഗിരി മലയിൽ തീർത്ഥാടനം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഏതൊരു ആത്മബുദ്ധിയുടെയും ശരിയായ ഒരു കടമയാണ്. കാരണം ഭഗവാൻ അവിടെ നിന്നാണ് ആരംഭിച്ചതും പിന്നെ ഭഗവാന്റെ സമാധി ഇരിക്കുന്ന പുണ്യസ്ഥലം അതും ഒരു ആത്മബോധിക്ക് മറക്കാവതല്ല. എന്നാൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് സമാധി അങ്ങനെ ഒരു സംഭവം ഇല്ല, മറ്റിടത്ത് ഒലിച്ചുപോയി, ഇങ്ങനെയുള്ള കുപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇതിനും ഒക്കെ ഒരു അറുതി ഉണ്ടാകേണ്ട കാലം ആണ്. യഥാർത്ഥ വിശ്വാസികൾ ചില തൽപര കക്ഷികളുടെ താല്പര്യത്തിന് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും പൈസയുടെ ലക്ഷ്യം മാത്രമാണ്. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ വരുമാനം കുറയും, ഇവിടെ നിങ്ങൾ അവിടെ പോയത് ഇവിടെ മാത്രം വന്നാൽ മതി, ഉള്ള പൈസ എല്ലാം ഇങ്ങോട്ട് പോരട്ടെ എന്നുള്ള ധാരണ അതിൻ്റെ പിന്നിലുണ്ടാകാം. അല്ലാതെ ഇപ്പോൾ ശുഭാനന്ദ ഗുരുദേവനാണ് ഈ ശരീരത്തിൽ വാഴുന്നതെന്ന് ഓരോ മഠാധിപതിമാരും പറയുമ്പോൾ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? വേണ്ടേ? കാരണം മഠാധിപതിമാരുടെ സമാധിക്ക് അത്ര വലിയ പ്രസക്തിയോടുകൂടി സമാധി മന്ദിരങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നു. അപ്പോൾ ഇതിന് കാരണക്കാരനായ ഗുരുവിൻ്റെ സമാധി ഒറിജിനൽ ഇന്നടുത്തിരിക്കുന്നു. നിങ്ങൾ വേണ്ടേ ഇവിടെ വന്നില്ലേ, നിങ്ങൾ അവിടെ കൂടെ പോകണം കേട്ടോ, നമ്മുടെ ഗുരുവിൻ്റെ സമാധി അവിടെ ഇരിക്കുന്നത്, ഒന്ന് അവിടെ പോയി ദക്ഷിണ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോരെ എന്ന് പറയുന്നതാണ് ശരിയായ ആത്മബോധം. അല്ലാതെ അവിടെ എങ്ങും പോകരുത്, ഇവിടെ മാത്രം വന്നാൽ മതി എന്ന് പറയുന്നത് അത് തികച്ചും കച്ചവടമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നില്ല, നമുക്ക് കഴിയില്ല. ശുഭാനന്ദ ഗുരു പറഞ്ഞ ജാതിയും മതത്തിനും അതീതമായി മനുഷ്യ സമൂഹത്തിനും മനുഷ്യ നന്മയ്ക്കും വേണ്ടി ആണ് അവതരിപ്പിച്ചത് എന്നാണ് പറയുന്നത്. അതുപോലെ ശുഭാനന്ദ ഗുരുദേവൻ്റെ ജനനം ഒരു മനുഷ്യകുലത്തിന് ആകമാനം വേണ്ടിയാണ്. അത് ഇന്ന ജാതിക്ക് അല്ലെ ഇന്ന മതത്തിന് വേണ്ടിയല്ല. ഞങ്ങളുടെ കുലത്തിൽപ്പെട്ടാണ്ട് ഞങ്ങളുടെ മാത്രം ദൈവം എന്നുള്ള ധാരണ വെച്ച് പുലർത്തുന്ന പലരും ഉണ്ട്. അതും അങ്ങേയറ്റം തെറ്റാ. അത് ഗുരു ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, പറഞ്ഞിട്ടുമില്ല. ഗുരു അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഗുരു മാനവരാശിയുടെ മൊത്തത്തിലുള്ള ഗുരുവാണ് ശുഭാനന്ദ ഗുരുദേവൻ.
അതുപോലെ തന്നെ നാരായണ ഗുരുദേവനും ഒക്കെ ശുഭാനന്ദ ഗുരുദേവൻ അങ്ങേയറ്റം അംഗീകരിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ ഈ ഗുരുവിൻ്റെ ഈ മഹത്വത്തെ താഴ്ത്തിക്കെട്ടും വിധമുള്ള ഇങ്ങനത്തെ പ്രവർത്തനത്തിൽ നമ്മൾ വല്ലാതെ മനസ്സ് വേദനിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആത്മപ്രകാശം കൂട്ടായ്മയിൽ കൂടി യഥാർത്ഥമായ ആദർശവും ഗുരുവിൻ്റെ നിലപാടുകളൊക്കെ നമ്മൾ വ്യക്തമാക്കാൻ വേണ്ടി വ്യക്തമാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ചെറിയ സംഘടനയാണ് ആത്മപ്രകാശം കൂട്ടായ്മ. ബിസിനസ്സിൻ്റെ വളരെ തിരക്കിലും ബോംബെയിൽ നിന്ന് വന്ന് ഞങ്ങൾക്ക് ഈ ചാനലിൽ അഭിമുഖം തരികയും ജീവിതത്തിൻ്റെ വിവിധ പാതകളിലൂടെ നമുക്ക് സഞ്ചരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് ഞങ്ങളുടെ ചാനലിന് വേണ്ടി വളരെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ നല്ല സേവനത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഇൻ്റർവ്യൂവിൽ കൂടി ശുഭാനന്ദ ഗുരുദേവനെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ അറിഞ്ഞ് ഈ ആദർശത്തിൽ ആകർഷരാകുന്നെങ്കിൽ ഞാൻ ധന്യനായിത്തീരും. ശുഭാനന്ദ ആദർശത്തിന് വേണ്ടിയാണ് എൻ്റെ പ്രവർത്തനം മുഴുവനും. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവിക്കുകയാണെങ്കിൽ ഞാനതിൽ കൃതാർത്ഥനായിരിക്കും. ഭഗവാൻ നമ്മളേവരെയും നിങ്ങളെയും എല്ലാം അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. നന്ദി. നമ്മുടെ ഈ ചാനലിൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത രീതിയിലും വ്യത്യസ്ത തലങ്ങളിലുമുള്ള ആളുകളുമായാണ് നമ്മൾ സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളോട് സംവദിക്കുന്നതിന് ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കി തന്നതിന് വളരെ സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. ഒപ്പം നമ്മുടെ ഈ ചാനലിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളും ഇത്രയും ദൂരത്ത് നിന്ന് ഇവിടെ വന്ന് ഈ സംഭവം ചെയ്യുന്നതിന്, ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതമൊക്കെ ഓർത്തുകൊണ്ട് നിങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ചാനൽ ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സന്തോഷം. ശരി, നമസ്കാരം.